ഹലോ. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ റംസാൻ വന്ന് എൻ്റെ ഒരു കാര്യം ചോദിച്ച്, ഉമ്മച്ചി ഇന്ന് എന്നെ സ്കൂൾ ബസ്സിൽ വിടണ്ട, എന്നെ ഒന്ന് വണ്ടി കൊണ്ടാക്കുമോ എന്നൊരാഗ്രഹം. എന്നും ബസ്സിലല്ലേ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഓ ശരി കൊണ്ടാക്കാമെന്ന്. പിന്നെ അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ ഒന്നുമേ ചിന്തിച്ചില്ല, കൊണ്ടുവിടാമെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു. അതൊക്കെ കഴിഞ്ഞു ആൾ കുളിച്ച് നനച്ച് റെഡിയായൊക്കെ വന്ന്. ഇന്ന് കുക്കിങ്ങേ ഇല്ല. ഇന്ന് രാവിലെ ഇഡ്ഡലി ആയതുകൊണ്ട് രാത്രി സാമ്പാർ വെച്ച് പിന്നെ ഇഡ്ഡലി മാത്രം അവിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്കിന്ന് രാവിലെ അടുക്കളപ്പണിയൊന്നുമില്ല. അപ്പം ഞാനും കുളിച്ച് സെറ്റപ്പായി റിതാങ്കോട്ടനെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് സ്നാക്സ് എടുത്ത് വെച്ച സമയം മുതൽ ഞാനും എൻ്റെ റംസാനും കൂടെ അങ്ങോട്ട് വഴക്ക് തുടങ്ങി. റംസാൻ ഇന്ന് ഞാൻ ഈ കൊടുത്തുവിട്ട സ്നാക്സ് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല. അവൻ 2-3 ദിവസം കൊണ്ട് ഒരേ സ്നാക്സാണ് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നും ഇതല്ലേ കൊണ്ടുപോകണത്, ഇന്ന് വേറെ തന്നുവിടാം. അവനത് പറ്റത്തില്ല. എൻ്റെ പൊന്നെ, ബഹളത്തിനൊടുവിൽ അവൻ്റെ പറഞ്ഞു, ഞാനിത് കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ട് തട്ടിക്കളയും. ഞാൻ പറഞ്ഞാൽ ശരി, തട്ടിക്കളഞ്ഞിട്ട് വാ. പക്ഷെ ഞാൻ അറിയും നീ കളഞ്ഞെന്ന്. ഞാൻ ഇവിടെ വരുമ്പോൾ നല്ല അടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയാതെ അവൻ പോണോ ഇല്ലെന്ന് എനിക്ക് അറിയണമെന്നല്ലോ. പക്ഷെ ആൾ വിട്ടടിച്ച് പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ സ്നാക്സ് കൊണ്ടുപോകില്ല. ഞാൻ എടുത്തു സ്കൂളിലൊക്കെ കൊണ്ടാക്കി. പിന്നെ കണക്കൊക്കെ മാറി വൈകിട്ട് വിളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. പിന്നെ ഞങ്ങളിത് എവിടെ പോകണമെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കാരെ വീട് പണി നടക്കുന്നതൊക്കെ. അപ്പം അവിടെ 2ാമത്തെ നില പണിയാണ്, വാർപ്പ്. അങ്ങനെ അവിടെ പോയി. വേറെ പണിയൊന്നുമില്ല. എൻ്റെ ചോദിക്കും, നീ വരുന്നുണ്ടോ? അപ്പോൾ ചേട്ടത്തി എന്നെ വിളിച്ചിട്ട് പറയും, നീ വാടി. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി അങ്ങനെ ചുമ്മാ വെയിലും കൊണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇക്കടെ വീട്ടിൽ വന്നു. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എന്തെങ്കിലും കിറ്റിലൊക്കെ കാണുമല്ലോ കൊണ്ടുവരാം. അതൊക്കെ കൊണ്ട് നേരെ തിരിച്ച് വന്ന് ചേട്ടത്തിയെ വീട്ടിലാക്കിയിട്ട് എൻ്റെ ഇഡ്ഡലി സാമ്പാർ രാവിലെ കഴിക്കാത്ത വിഷമത്തിലാണ് പോയത്. തിരിച്ച് വന്ന് അതൊക്കെ കഴിച്ചു. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടെ. ബൈ ബൈ, സീ യു.